അപ്പോൾ അടുത്തത് ഞാൻ ട്രാവൻകൂർ ഗാർഡൻസ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് കുറച്ച് റോസുകൾ ഞാൻ വാങ്ങിയതായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് റെയർ ആയിട്ടുള്ള റോസുകൾ, പ്രത്യേകിച്ച് നമ്മുടെ നാടൻ വെറൈറ്റീസൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ നഴ്സറികളിൽ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബഡ് ചെയ്ത റോസുകളായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നത് തന്നെ. ഞാൻ ഏകദേശം ഒരു മാസത്തോളം കണ്ടിന്യൂസ് മെസ്സേജസൊക്കെ അയച്ച് കോളൊക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ എനിക്ക് സംഭവം അവർ അയച്ചു തന്നത്. പക്ഷേ എനിക്ക് അയച്ച് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് വളരെയധികം വിഷമമായി. കാരണം സ്റ്റെമ്മൊക്കെ ഒടിഞ്ഞും പിന്നെ ഇലകൾ മൊത്തം കൊഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ഏകദേശം ഈ പറഞ്ഞ പോലെ ശരിയായിരിക്കും, പക്ഷേ ഇത് മൊത്തത്തിൽ അവർ എനിക്കറിയില്ല, ഇത് പാക്ക് ചെയ്ത് വെച്ചിട്ട് അവർ അപ്പം തന്നെ അയക്കാൻ വിട്ടതാണോ എന്താണെന്നൊന്നും അറിയില്ല. സംഭവം കണ്ടോ, സ്റ്റെമ്മൊക്കെ ഒടിഞ്ഞ് എനിക്ക് ശോചനീയമായ ഒരു അവസ്ഥയിലാണ് എനിക്ക് കിട്ടിയത്. ഇലകൾ ഉണ്ടായിരുന്നു, പക്ഷേ ആ ഇലകളൊക്കെ ഒരുവിധം, അതായത് ഞാൻ അപ്പം തന്നെ ഏകദേശം ഞാൻ പോട്ടിങ്ങൊക്കെ മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അത് ഞാൻ നട്ടായിരുന്നു, പക്ഷെ നട്ടിട്ടും സംഭവം ഒരുവിധം രക്ഷപ്പെട്ട് കിട്ടിയോന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ അന്ന് വൈകിട്ട് തന്നെ ഞാൻ നട്ടിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ ആ ഇലകളെല്ലാം കൊഴിഞ്ഞ് ചാടി പോയായിരുന്നു. അപ്പോൾ എന്നാലും എനിക്കൊരു വല്ലാത്തൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, റോസ് ആണല്ലോ നമുക്ക് നട്ട് പിടിപ്പിക്കാമല്ലോ എന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഞാൻ 2 മാസം കഴിഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ കാണിക്കാം. ഇതിനകത്ത് ആകെ ഒരു ബഡ് റോസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി നാടൻ, അതായത് ഓൺ റൂട്ടഡ് എന്നാണല്ലോ പറയുന്നത്, ആ ഓൺ റൂട്ടഡ് റോസുകളാണല്ലോ ഉണ്ടാകുന്നത്. അങ്ങനത്തെ വെറൈറ്റീസ് ഞാൻ എൻ്റെ കയ്യിലില്ലാത്ത വെറൈറ്റീസാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഓൺലൈനിൽ നിന്ന് ചെടികൾ വാങ്ങിയിട്ട് നിങ്ങൾക്ക് പണി കിട്ടിയിട്ടുണ്ടോ? ഇങ്ങനെ ഉണ്ടെങ്കിൽ ഏതൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഏതൊക്കെ ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് നിങ്ങൾക്കൊക്കെ വാങ്ങിയിട്ട് മോശമായിട്ടുള്ള പ്ലാന്റ്സ് കിട്ടിയെന്ന് നോക്കണം. അവരുടെ പാക്കിംഗ് ഒന്നും അത്ര നല്ല പാക്കിംഗ് ആണെന്നൊന്നും പറയാനില്ല കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ചെടികളുടെ അവസ്ഥ. ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഈ ചെടികളുടെ അവസ്ഥ ഇപ്പോഴത്തെ, അതായത് ഏകദേശം 2 മാസത്തോളം എനിക്കത് കിട്ടിയിട്ട് ആ 2 മാസം ഞാൻ പോട്ട് ചെയ്തിട്ട് അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാനിനി ചെടികളോടുള്ള ഒരു വല്ലാത്തൊരു സ്നേഹം കൊണ്ടാണെന്നറിയില്ല, നമ്മളെപ്പോലുള്ള പലരും ഇതുപോലെ കാണുമ്പോൾ നമുക്ക് മേടിക്കാൻ തോന്നും. അവരുടെ വീഡിയോസ് അങ്ങനെയായിരുന്നു കേട്ടോ. നമ്മളെ കുറേ നാൾ ഞാനിങ്ങനെ വീഡിയോസ് കണ്ടതിന് ശേഷമാണ് ഞാൻ പർച്ചേസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് തന്നെ. അപ്പോൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള 2 മാസം കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടോ, ഇതിപ്പോൾ ഓൾറെഡി ഇല പോയിട്ട് ഞാൻ നട്ടതിന് ശേഷം വന്ന ഇലകളാണ്. പക്ഷേ എന്നാൽ ഞാൻ കൊടുത്തിരിക്കുന്ന പോട്ടിംഗ് മിക്സിൻ്റെ ഗുണം കൊണ്ടും ഒന്നും തന്നെ അത് വലിയ സെറ്റപ്പ്